അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, അദ്ദർസുൽ ഖാമിസു പാഠം 5 മക്കത്തു വൽ മദീനത്തു, മക്കയും മദീനയും. നാം കഴിഞ്ഞ 4 പാഠങ്ങളിൽ മഫ്ഊലുകളെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഒന്ന് മഫ്ഊലും ബിഹി, പിന്നെ മഫ്ഊലും ഫീഹി, മഫ്ഊലും ലഹു, മഫ്ഊലും മുത്ലഖ്. ഇങ്ങനെ 4 മഫ്ഊലുകളെ കുറിച്ചാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. അത് മനസ്സിലാകാത്തവരൊക്കെ ഉണ്ടെങ്കിൽ, പാഠം മനസ്സിലാകാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിൽ അതിൻ്റെ പാഠങ്ങളൊക്കെ ഉണ്ട്, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഇൻഷാ അല്ലാഹ്. ഈ പാഠം മക്കത്തു വൽ മദീനത്തു, മക്കയും മദീനയും. അൻവറും മുഹമ്മദുൻ, അല്ലേ? അൻവറു വ മുഹമ്മദുൻ. അപ്പോൾ അവിടെ എങ്ങനെ ഉപയോഗിച്ചത്? അൻവറും മുഹമ്മദുൻ. നമ്മൾ സാധാരണ ഇംഗ്ലീഷിലൊക്കെ ആൻഡ് എന്നൊക്കെ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ അതേപോലെ ഈ പാഠത്തിൽ പറയുന്നത് ആത്തിഫിനെ കുറിച്ചാണ്. ആത്തിഫ് എന്ന് പറഞ്ഞാൽ ഒന്നിനെ മറ്റൊന്നിലേക്ക് ചേർത്തിയിട്ട് പറയാം. അപ്പം ഞാനും അവനും വന്നു, അല്ലേ? മുഹമ്മദും ബഷീറും വന്നു. ഈ പാഠത്തിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. മക്കത്തു വൽ മദീനത്തു, മക്കയും മദീനയും. മദീനത്താനി, അത് രണ്ടും എന്താണ്? മദീനത്താനി, അത് രണ്ടും പട്ടണങ്ങളാണ്. പിന്നെ അതിൻ്റെ വിശേഷണം പറയാണ്, മുക്കറമത്താനി വ മുഖദ്ദസത്താനി, പവിത്രവും പരിശുദ്ധവുമായ 2 പട്ടണങ്ങളാണ് ഏത്? മക്കയും മദീനയും. നമ്മുടെ പാഠത്തിലുള്ള വിഷയം ഇപ്പം എന്താണ്? ആത്തിഫ് എന്നുള്ളതാണ്. എങ്ങനെ? മക്കത്തു വൽ മദീനത്തു, മക്കയും മദീനയും, അത് രണ്ടും പട്ടണങ്ങളാണ്. എന്നിട്ട് പറയാണ് മുക്കറമത്താനി വ മുഖദ്ദസത്താനി. മുക്കറമത്താനി എന്ന് പറഞ്ഞിട്ട് അതെന്താണ്? പവിത്രമാണ്. വ മുഖദ്ദസത്താനി, പവിത്രം മാത്രമല്ല പരിശുദ്ധവുമാണ്. അപ്പം ഇങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ടതും പവിത്രമാക്കപ്പെട്ടതുമായ 2 പട്ടണങ്ങളാണ് മക്കയും മദീനയും. അപ്പോൾ അത് മനസ്സിലായോ? നമ്മുടെ പാഠത്തിൻ്റെ താഴ്ഭാഗത്ത് പറയുന്ന വിഷയം ഈ മുകൾ ഭാഗത്ത് തന്നെ നമുക്ക് പറഞ്ഞാൽ തന്നെ താഴ്ഭാഗം മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഫത്തുഹും കസറും നമ്മൾ ഇട്ട് ശ്രദ്ധിച്ചില്ലേ? മക്കത്തു, നമ്മൾ ഏതൊരു പദത്തിനെയും അവസാന ഭാഗമാണ് നോക്കൽ. മക്കത്തു എന്നുള്ളത് കണ്ടില്ലേ? മക്കത്തു വൽ മദീനത്തു, മക്കത്തു എന്നുള്ളതിനെന്താണ്? ലമ്മാണ്. ഇവിടെ ഈ വാവ് വന്നപ്പോൾ അടുത്ത വാക്കിനും എന്ത് വന്നു? മദീനത്തു ലമ്മ് വന്നു, റഫ്അ വന്നു, അല്ലേ? എന്തേ കാരണം? അവിടെ അവിടെ ലമ്മ് കിട്ടാനുള്ള കാരണം വൽ മദീനത്തി എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? അത് പറ്റൂല. എന്താ കാരണം? മക്കത്തു എന്ന അതിൻ്റെ മുമ്പുള്ള ഒരു വാക്ക്, ആ വാക്കിന് എന്താണ്? ലമ്മായതുകൊണ്ട് വാവ് എന്നുള്ള വാവ് എന്തിനുള്ളതാണ്? മറ്റൊന്നിലേക്ക് ചേർക്കാനുള്ളതാണ്. മക്കയും മദീനയും. അപ്പോൾ വാ എന്ന് വന്നതുകൊണ്ട് മക്കത്തു എന്നുള്ളതിൻ്റെ ലമ്മ് എവിടേക്ക് കിട്ടി? മദീനത്തു എന്നുള്ളതോടത്ത് കിട്ടി. ഇനി നേരെ മറിച്ച് അവിടെ മക്കത്ത എന്നായിരുന്നെങ്കിലോ? ഇന്നൽ മക്കത്ത എന്ന് ഒരു വാക്ക് അവിടെ എഴുതിയിരുന്നുവെങ്കിൽ അപ്പോൾ ഇനി വൽ മദീനത്ത എന്ന് തന്നെ ഉപയോഗിക്കണം. കാരണം എന്താണ്? മക്കത്ത എന്നതിന് അവിടെ ഫത്ത് ആയതുകൊണ്ട് ഇവിടെയും ഫത്ത് വന്നു. ഇനി അടുത്തത് വൽ കഅബത്തു ബി മക്കത്ത, മക്കയിലാണ് കഅബയുള്ളത്, അല്ലേ? കഅബ മക്കയിലാണ്. യതൂഫു ബിഹർ റിജാലു വൻ നിസാഉ വൽ വിൽദാനു, കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും അവിടെ തവാഫ് ചെയ്യും. യതൂഫു ബിഹ അർറിജാലു വൻ നിസാഉ വൽ വിൽദാനു. അവിടെയൊക്കെ എന്ത് ചെയ്തു? വാവിട്ട് പറഞ്ഞു. അവിടെ ഇനി കുറേ ആൾക്കാരുണ്ട്. അപ്പോഴൊക്കെ എന്താണ്? ഓരോന്നും വാവ് ഇട്ടുകാണ്ടാണ് ഉപയോഗിക്കൽ. അവിടെ എന്താണ്? അർറിജാലു വൻ നിസാഉ വൽ വിൽദാനു എന്നൊക്കെ പറഞ്ഞില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു ഇംഗ്ലീഷിൽ എന്താണ് നമ്മളിങ്ങനെ കോമട്ട് ചെയ്തല്ലേ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഓരോന്നും വാവിട്ട് തന്നെ നമ്മൾ എഴുതും അറബിയിൽ. യതൂഫു ബിഹർ റിജാലു വൻ നിസാഉ വൽ വിൽദാനു. എന്താണ്? കഅബത്തിങ്കൽ കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ തവാഫ് ചെയ്യുന്നു, കഅബ തവാഫ് ചെയ്യുന്നു. ഇവിടെ അർറിജാലു പുരുഷന്മാർ, അല്ലേ? ഉടനെ തന്നെ പറഞ്ഞു വൻ നിസാഉ, പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും. അപ്പോൾ അവിടെ സ്ത്രീകളും പുരുഷന്മാരും നിന്ന്. അപ്പോൾ അർറിജാലു എന്നുള്ളതിൻ്റെ ലമ്മ് വന്നതുകൊണ്ട് വൻ നിസാഉ അവിടെ ലമ്മ് വന്നു. ഇനി അടുത്തതും വൽ വിൽദാനു. കണ്ടില്ലേ? അവിടെയൊക്കെ എന്താണ്? പിന്നെ മുമ്പുള്ളതിനോട് യോജിപ്പിച്ചിട്ടാണ് ഹർക്കത്ത് ലമ്മ് റഫ്അ് കൊടുത്തിട്ടുള്ളത്. മനസ്സിലായില്ലേ? തവാഫ് ചെയ്ത് കഴിഞ്ഞാലോ പിന്നെ ഫയുസല്ലൂന റകഅത്തൈനി ഖൽഫൽ മഖാം, അവിടെ മഖാം ഇബ്രാഹിമിൽ എന്ത് ചെയ്യും? അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് 2 റകഅത്ത് നിസ്കരിക്കുകയും ചെയ്യുന്നു, അല്ലേ? അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. സാധാരണ പിന്നെ വരുന്നത് വ അല്ലെങ്കിൽ ഫ അല്ലെങ്കിൽ സുമ്മ.
വാ എന്ന് ഉപയോഗിക്കൽ സാധാരണഗതിയിൽ വാ എന്ന് ഉപയോഗിക്കൽ ഞാനും അവനും രണ്ടും ഒപ്പം വരികയാണെങ്കിൽ, ഒപ്പം സംഭവിക്കുകയാണെങ്കിൽ അതാണ് വാ എന്ന് ഉപയോഗിക്കൽ. അൻവറും മുഹമ്മദുൻ അൻവറും അല്ലേ, അൻവറും വ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മുഹമ്മദും അൻവറും അല്ലേ സ്വദീഖാനി, അവർ രണ്ടാളും കൂട്ടുകാരാണ് എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ അൻവറും മുഹമ്മദും വന്നു എന്ന് പറയുകയാണ്. അപ്പോൾ രണ്ടാളും വന്നത് എപ്പോഴാണ്? ഒരേ സമയത്താണ്. ഇനി അൻവർ വന്നു ഉടനെ തന്നെ ആര് വന്നു? മുഹമ്മദ് വന്നു എന്നാണെങ്കിൽ അവിടെ വാ എന്ന് ഉപയോഗിക്കില്ല. ഉടനെ രണ്ടാളും ഒപ്പം വന്നാൽ അൻവറും വ മുഹമ്മദുൻ എന്ന് പറയും. ഇനി നേരെ മറിച്ച് അൻവർ വന്നു ഉടനെ തന്നെ ആര് വന്നു? മുഹമ്മദ് വന്നാൽ അൻവറും ഫ മുഹമ്മദുൻ എന്ന ഉപയോഗിക്കൽ. എന്താ കാരണം? തൊട്ട് പിറകലായിട്ട് തന്നെ ആര് വന്നു? പിന്നെ മുഹമ്മദ് വന്നു എന്നുള്ളതാണ്. അപ്പോൾ വാ മനസ്സിലായി, ഫ മനസ്സിലായി. ഇനി സുമ്മ എന്നുള്ളതാണ്. സുമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നതെങ്കിൽ സുമ്മ എന്ന ഉപയോഗിക്കൽ. അവിടെ വാ എന്ന് ഉപയോഗിക്കാൻ പറ്റില്ല, ഫ എന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ സുമ്മ എന്ന് ഉപയോഗിക്കും. അപ്പോൾ അത് മൂന്നും മനസ്സിലായില്ലേ? ഈ മൂന്നും വന്നാലും മൂന്നിനും ഒരേ ഇഅ്റാബാണ്. എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പുള്ളതിന് എന്താണോ പിന്നെ ഹർക്കത്തുള്ളത് ആ ഹർക്കത്തന്നെ ആയിരിക്കും എന്ത് അതിന് ശേഷമുള്ള ഒന്നിനും ഉള്ളത്. അവിടെ ഉദാഹരണം പറഞ്ഞില്ലേ? പിന്നെ നമുക്ക് ഉദാഹരണങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. ഇപ്പോൾ നമ്മൾ പിന്നെ പറഞ്ഞത് മക്കത്തു വൽ മദീനത്തു. ഇവിടെ ഇപ്പം എന്താണ്? മക്കത്തു വൽ മദീനത്തു എന്നുള്ളതിന് എന്താണ്? മക്കത്തു എന്നുള്ളതിന് ലമ്മ് വന്നു. ആ ലമ്മ് വരാൻ പിന്നെ ആ ലമ്മ് വന്നപ്പോൾ എന്ത് ചെയ്തു? അതിന് ശേഷമുള്ള വാ എന്ന് പറഞ്ഞത് അതെന്താണ്? ഹർഫ് എന്താണ്? ആത്തിഫാണ്. അത് ആത്തിഫ് ചെയ്യുന്ന ഹർഫാണ്. ആത്തിഫ് ചെയ്യാറ് മറ്റൊന്നിലേക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ ഇഅ്റാബ് അഥവാ ഫത്തായാലും ഗസ്റായാലും ലമ്മായാലും അതിന് മുമ്പുള്ള പിന്നെ ഇഅ്റാബ് എന്താണോ അതായിരിക്കും. അതിൻ്റെ ശേഷമുള്ള പിന്നെ ഇസ്മിനായിക്കോട്ടെ മറ്റേ ഫീലിനായിക്കോട്ടെ ഒക്കെ എന്ത് ചെയ്യുന്നത്? പിന്നെ ഇഅ്റാബ് കിട്ടുന്നത് മക്കത്തു വൽ മദീനത്തു. ഇവിടെ വാവാണ് വന്നതെങ്കിൽ ഇനി ഇതേപോലെയുള്ള 10 ഹർഫുകളുണ്ട്. 10 ഹർഫുകളുണ്ട്. വാവ് ഒരു ഹർഫാണെങ്കിൽ അതേപോലെ തന്നെ ഫ എന്നുള്ളത് ഒരു ഹർഫാണെങ്കിൽ പിന്നെ സുമ്മ എന്നുള്ളത് ഒരു ഹർഫാണെങ്കിൽ ഇങ്ങനെയുള്ള 10 ഹർഫുകളുണ്ട്. 10 ഹർഫിലും നിയമം ഒരേപോലെ തന്നെയാണ്. ഈ 10 ഹർഫ് നമ്മൾ ഒന്ന് പഠിച്ചു വെക്കണം. ഈ 10 ഹർഫ് ഏത് വന്നാലും അതിൻ്റെ മുമ്പുള്ള അതേ ഹർക്കത്തായിരിക്കും ശേഷമുള്ളതിനും കിട്ടുക. ഇതാണ് എന്ത് ഈ പാഠത്തിൽ പറഞ്ഞ ആകെയുള്ള വിഷയപ്പതാണ്. മുമ്പുള്ളതിൻ്റെ ഹർക്കത്ത് എന്താണോ അതേ ഹർക്കത്തായിരിക്കും ആ ഹർഫിന് ശേഷമുള്ള പിന്നെ പദത്തിന് കിട്ടുന്നത്. ഈ ഹർഫിൽ ഏത് ഹർഫ് വന്നാലും ഇപ്പോൾ 10 ഹർഫ് പറഞ്ഞല്ലോ. 10 ഹർഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ പാഠത്തിലുണ്ടല്ലോ. എന്താണ്? പിന്നെ ഹുറൂഫുൽ ആതിഫി അശറത്തുൻ. ആതിഫിൻ്റെ ഹർഫുകൾ അശറത്തുൻ 10 1 ഔ ബൽ ഹത്ത ഫാഉൻ വാവുൻ ലാക്കിൻ സുമ്മ അം ഇമ്മ ല അല്ലേ? നമ്മുടെ പാഠത്തിലെ രണ്ടാമത്തെ പാരഗ്രാഫിലുണ്ടല്ലോ. ഈ 10 എന്ത്? ആതിഫിൻ്റെ ഹർഫുകൾ. ആതിഫിൻ്റെ ഹർഫുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ ഇത് എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ താഴെയുള്ള ആ ബൈത്ത് എന്ത് ചെയ്യണം? എഴുതി കൊടുക്കണം. ഹുറൂഫു ആതിഫിൻ അവബൽ ഹത്ത വഫ വാവും വലാകിൻ സുമ്മ അം ഇമ്മ വലാ. ഈ ഹർഫുകൾക്ക്, ഈ 10 ഹർഫുകൾക്ക് പറയുന്ന പേരാണ് ആതിഫിൻ്റെ ഹർഫുകൾ എന്ന് പറയും. ഇതിനെ ആതിഫ് എന്ന് പറയും. ആതിഫ് എന്ന് പറഞ്ഞാൽ അതിന് ശേഷമുള്ളതിന് പിന്നെ ഈ ഇഅ്റാബ് കൊടുക്കുന്ന ആളായതുകൊണ്ട് മറ്റൊന്നിലേക്ക് ചേർക്കുന്ന ആളായതുകൊണ്ട് ഇതിന് ആതിഫ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ മുമ്പുള്ളതിന് മഅ്തൂഫുൻ അലൈഹി എന്ന് പറയും. ഉദാഹരണത്തിന് മക്കത്തു എന്നുള്ളത് എന്താണ്? മഅ്തൂഫുൻ അലൈഹി, അതിലേക്കാണല്ലോ ചേർത്തത്. അതിന് ശേഷമുള്ള വൽ മദീനത്തു എന്നതിൻ്റെ ആ മദീനയെ ചേർത്ത് ഏതിലേക്കാണ്? മക്കത്തു എന്നുള്ളതാണ്. അതിൻ്റെ പേരാണ് മഅ്തൂഫുൻ അലൈഹി. മഅ്തൂഫുൻ അലൈഹി ഉദാഹരണം തന്നിട്ട് മക്കത്തു വൽ മദീനത്തു എന്ന് തന്നിട്ട് ഇതിൽ മഅ്തൂഫുൻ അലൈഹി ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ പിന്നെ സംശയമില്ലാതെ നമ്മൾ എഴുതാ മക്കത്തു. അതിൻ്റെ മുമ്പുള്ള പദം ഉണ്ടല്ലോ ആ പദം അവിടെ എഴുതി കൊടുക്കണം. വൽ മദീനത്തു. അപ്പോൾ വാ എന്നുള്ളത് ആതിഫ്, അതിന് മുമ്പുള്ളത് മക്കത്തു എന്നുള്ളത് മഅ്തൂഫുൻ അലൈഹി. അൽ മദീനത്തു എന്നുള്ളത് എന്താണ്? അത് മഅ്തൂഫാണ്. മനസ്സിലായില്ലേ? ഏതിലേക്കാണ് ചേർത്ത് അത് മഅ്തൂഫ്. ഏതൊന്നിലേക്കാണോ ചേർത്തത് പിന്നെ ഈ മദീനത്തു എന്നതിനെ ഏതൊന്നിലേക്കാണോ ചേർത്ത് അതിൻ്റെ പേരെന്താണ്? മഅ്തൂഫുൻ അലൈഹി എന്ന് പറയും. ഇവിടെ ചെയ്ത ആളാരാണ്? ആതിഫ്. അതിൽ ആതിഫ് ഏതാ? വാ എന്നുള്ളത്. വാ എന്നാണെങ്കിൽ വാ എന്നുണ്ടാവണം. ഇനി പിന്നെ ഫ എന്നാണെങ്കിൽ ഫ എന്ന് വരും, സുമ്മ ആണെങ്കിൽ സുമ്മ വരും. മനസ്സിലായില്ലേ?
അതേപോലെ തന്നെ മൂന്നാമത്തെ പാരഗ്രാഫിലുള്ള വൽ മഅ്തൂഫു യത്ബഉൽ മഅ്തൂഫ അലൈഹി ഫിൽ ഇഅ്റാബി. ഇത് പരീക്ഷയ്ക്ക് എന്തായാലും ചോദ്യം വരുന്ന ഏകദേശം 99% വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. വൽ മഅ്തൂഫ് ഒന്നെങ്കിൽ അതിൻ്റെ എന്താണെന്നുള്ള ചോദിക്കും, അല്ലെങ്കിൽ വൽ മഅ്തൂഫു യത്ബഉൽ മഅ്തൂഫ അലൈഹി ഡാഷ് എന്ന് പറയും. അപ്പം എന്ത് ചെയ്യണം? ഫിൽ ഇഅ്റാബി എന്ന് എഴുതി കൊടുക്കണം. ഇഅ്റാബിൻ്റെ വിഷയം എന്ന് പറയുമ്പോൾ ഫത്തും കസറും നമുക്ക് കൊടുക്കുന്ന വിഷയത്തിൽ മഅ്തൂഫിൻ അലൈഹിയെ പിന്തുടരും. മക്കത്തു വൽ മദീനത്തു എന്നുള്ളതിലെ മഅ്തൂഫായ മദീന മക്കത്തു എന്നതിനെ അതിലേക്ക് നോക്കിയിട്ട് അതിൻ്റെ ഇഅ്റാബായിരിക്കും മദീനത്തു എന്നതിന് കിട്ടുക എന്നർത്ഥം. മനസ്സിലായില്ലേ? അതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ നോക്കാം. നുക്മിലു ബിൽ മുനാസിബി മിൻ ഹുറൂഫിൽ ആത്തിഫി. ആത്തിഫിൻ്റെ ഹർഫുകളിൽ നിന്ന് എന്ത് ചെയ്യുക? യോജിച്ചവ കൊണ്ടെന്ത് ചെയ്യുക? പൂർത്തിയാക്കുക. അപ്പോൾ ഉൻസുർ അഹാക്ക ലാലിമൻ ഔ മദ്ലൂമൻ. ഉൻസുർ അഹാക്ക, നിൻ്റെ സഹോദരനെ നീ സഹായിക്കുക. ലാലിമൻ ഡാഷ് മദ്ലൂമൻ, അക്രമിയാകട്ടെ ആക്രമിക്കപ്പെട്ടവനാകട്ടെ. ഓൻ അക്രമം ചെയ്യുന്നവനാണെങ്കിൽ, നമ്മുടെ സഹോദരൻ അക്രമം ചെയ്യുന്നവനാണെങ്കിൽ അവനെ നമ്മൾ സഹായിക്കണം. അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കൊണ്ട് അവനെന്ത് ചെയ്യണം? അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അക്രമം ചെയ്യപ്പെട്ടവനാണെങ്കിലോ ഓനെയും നമ്മൾ എന്ത് ചെയ്യണം? ഓനെ ആശ്വസിപ്പിച്ച് എന്ത് ചെയ്യണം? ഓനക്കുള്ള സഹായങ്ങളൊക്കെ എന്ത് ചെയ്യണം? ചെയ്തു കൊടുക്കണം. ഇവിടെ നമ്മളെ വിഷയം ഇപ്പം എന്താണ്? ഉൻസുർ അഹാക്ക ലാലിമൻ വ മദ്ലുമൻ. രണ്ടും കൂടി ഓനാകുമോ? ഇല്ലല്ലോ. ഒന്നെങ്കിൽ അക്രമി അല്ലെങ്കിൽ എന്താണ്? മദ്ലൂമായിരിക്കും. അപ്പോൾ അവിടെ എന്താണ്? വാ പറ്റുമോ? നല്ല എന്താണ്? ഔ എന്നുള്ളതാണ്. എന്താണ്? ലാലിമൻ ഒന്നെങ്കിൽ അക്രമിയാകട്ടെ, അല്ല ലാലിമൻ അവൻ അക്രമിയാകട്ടെ, ഔ മദ്ലൂമൻ. ഔ നല്ല അവിടെ പറ്റുക? അവിടെ വാ വന്നാലോ? ലാലിമൻ വ മദ്ലൂമൻ എന്നാണെങ്കിലോ അക്രമിയും ആക്രമിക്കപ്പെട്ടവനും രണ്ടും കൂടി അവനാവുമോ? അപ്പോൾ ഇല്ല. അപ്പോൾ അതെന്താണ് നല്ലതേ? ഔ എന്നുള്ളതാണ്. ഇനി അക്കൽത്തുൽ യൗമ അൽ ഖുബ്സ ഡാഷ് അൽ ലഹ്മ. അക്കൽത്തു എന്ന് പറഞ്ഞാൽ എന്താ? അക്കല എന്ന് പറഞ്ഞാൽ തിന്നു അല്ലേ? അക്കൽത്തു എന്ന് പറഞ്ഞാൽ ഞാൻ തിന്നു. എന്താ തിന്നത്? അൽ യൗമ ഇന്ന് എന്താ തിന്നത്? അൽ ഖുബ്സ പത്തിരി അല്ലേ? പത്തിരിയും ഫൽ ലഹ്മ ഫാ ചേർത്താലോ? ഫാ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒന്ന് കഴിഞ്ഞതിൻ്റെ ഉടനെ തന്നെ ചെയ്യുമ്പോഴാണ് ഫാ ഉപയോഗിക്കലെന്ന് പറഞ്ഞ്. ഒന്നിൻ്റെ തൊട്ട് പിറകെയായിട്ട്. ഇവിടെ എന്ത് ചെയ്യുക? പത്തിരി തിന്ന പിന്നെ ഇറച്ചി തിന്ന അങ്ങനെ ഉണ്ടാവുമോ? രണ്ടും കൂടി ഒപ്പമല്ലേ നമ്മൾ തിന്നല്ലേ സാധാരണ? അപ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കുക? വ അൽ ഖുബ്സ വൽ ലഹ്മ. ഇവിടെ എന്താണ്? അൽ ഖുബ്സ എന്നതിന് ഫത്ഹ് കിട്ടി. ഫത്ഹ് ആയതുകൊണ്ടാണ് വ എന്ന ആത്തിഫ് വ എന്ന ഹർഫുണ്ടല്ലോ, ആ ഹർഫ് വൽ ലഹ്മ ലഹ്മ എന്നതിന് ഫത്ഹ് കൊടുക്കാനുള്ള കാരണം എന്താണ്? അവിടെ ഖുബ്സക്ക് എന്താണ്? ഫത്ഹ് ആയതുകൊണ്ടാണ്. അവിടെ ഖുബ്സു എന്നായിരുന്നെങ്കിൽ ഇവിടെ എന്താണ്? വൽ ലഹ്മു എന്നാണ് കൊടുക്കേണ്ടത് അല്ലേ? അപ്പോൾ അത് മനസ്സിലാക്കുക. അൽ ഖുബ്സ അക്കൽത്തുൽ യൗമ അൽ ഖുബ്സ വൽ ലഹ്മ. ഇത് അങ്ങോട്ട് കൊണ്ട് മാറാൻ പാടില്ല. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇവിടെ ഇങ്ങനെ ഉദാഹരണം നമ്മളിങ്ങനെ നോക്കുമ്പോൾ മറ്റത് കൊടുത്താൽ പോരെ ഇത് കൊടുത്താൽ പോരെ എന്നുള്ളൊരു സംശയം, കൺഫ്യൂഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ അതിൻ്റെ എന്താ പ്രവർത്തനം എന്നുള്ളത് നമ്മൾ നോക്കണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞതിൽ അൽ ഖുബ്സ അവിടെ എന്ത് ചെയ്യുക? ഫാ എന്ന് ഉപയോഗിക്കില്ല. കാരണം എന്താണ്? നമ്മൾ സാധാരണ ഗതിയിൽ നമ്മളെന്താ ചെയ്യൽ? ഇനിയിപ്പോൾ ഒരാൾക്ക് പത്തിരി ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഇറച്ചി നിന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല. സാധാരണഗതിയിലുള്ള വിഷയമാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ സൊല്ലൽ മുസല്ലി, സൊല്ല എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചു. അൽ മുസല്ലി നിസ്കരിക്കുന്നവൻ എന്ത് ചെയ്തു? നിസ്കരിച്ചു. അൽ ഫർല ഫർള് നിസ്കരിച്ചു. അവിടെ വാ എന്നുണ്ടെങ്കിൽ ഉദാഹരണം പാടാ നമ്മൾ ബ്രാക്കറ്റിൽ എന്തില്ല? വാ എന്നില്ല. ഇനി വാ എന്ന് കൊടുക്കാൻ പറ്റുമോ? അൽ ഫർള വസുന്നത്ത, നിസ്കരിക്കുന്നവൻ ഫർളും സുന്നത്തും എന്ത് ചെയ്യാൻ പറ്റില്ല? ഒപ്പം നിസ്കരിക്കുമോ? ഇല്ല. അപ്പോൾ എന്താ ചെയ്യുക? അവിടെ ഫ എന്നുള്ളതാണ്. കാരണം ഫർള് നിസ്കരിച്ച ഉടനെയാണ് സാധാരണ എന്ത് ചെയ്യുക? നമ്മൾ നിസ്കരിക്കുക. രണ്ടും ഫർളും സുന്നത്തും കൂടി ഒപ്പം നിസ്കരിക്കുമോ? ഇല്ല. അപ്പം എന്ത് ചെയ്യൂല? ഫർളും സുന്നത്തും കൂടി ഒപ്പം നിസ്കരിക്കാത്തതുകൊണ്ട് വാ എന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ എന്താണ്? അവിടെ ഫ എന്നുണ്ട്, ഹത്ത എന്നുണ്ട്, ഇമ്മ എന്നുണ്ട് അല്ലേ? അവിടെ നല്ല എന്താണ്? ഫസുന്നത്ത. അവിടെ സുന്നത്ത എന്നതിന് ഫത്ഹ് കിട്ടാനുള്ള കാരണം അൽ ഫർള എന്ന മഅ്തൂഫിൻ അലൈഹിക്ക് ഫത്ഹ് ആയതുകൊണ്ടാണ്. ഫ എന്ന ആത്തിഫിൻ്റെ ഹർഫ് അത് സുന്നത്ത എന്നതിന് ഫത്ഹ് കൊടുക്കാനുള്ള കാരണം. മനസ്സിലായില്ലേ? നമ്മുടെ നിയമം മറക്കാൻ പാടില്ല. വൽ മഅ്തൂഫു യത്ബഉൽ മഅ്തൂഫ് അലൈഹി ഫിൽ ഇഅ്റാബി. അതാണ് നമ്മുടെ നിയമം. എന്താണ് മഅ്തൂഫ് എന്നത്? മഅ്തൂഫ് എന്നുള്ളത് ഈ ഹർക്കത്തിന് ശേഷമുള്ള ഒന്ന്
മഅ്തൂഫിൻ അലിഹി അതിന് മുമ്പുള്ള ആ ഒരു പദത്തോട് എന്ത് ചെയ്യും, പിന്നെ ഇഅ്റാബിൻ്റെ വിഷയത്തിൽ യോജിച്ച് വരും. നമ്മുടെ വോയിസ് നീണ്ടുപോയത് കൊണ്ട് എന്ത് ചെയ്യുക, പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ തന്നെയാണ്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് പിന്നെ പാഠങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മോഡൽ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് ചർച്ച ചെയ്യാനുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പുസ്തകം മാത്രം പഠിച്ചാൽ പോരാ, വിശുദ്ധ ഖുർആനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് മെച്ചപ്പെടുത്തണം. ക്ലാസ്സൊക്കെ പിന്നെ കേൾക്കുന്ന ആളുകൾ വിശുദ്ധ ഖുർആൻ്റെ ക്ലാസ്സൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. കേൾക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പിന്നെ സമയം കിട്ടുമ്പോൾ ഒന്ന് കേൾക്കുക ഇൻഷാ അല്ലാഹ്. വിശുദ്ധ ഖുർആനൊക്കെ നമ്മുടെ ഓത്തൊക്കെ ഒന്ന് എന്ത് ചെയ്യണം, പിന്നെ ഭംഗിയാക്കണം. നമുക്കൊരു കാരണവശാലും പരിശുദ്ധ ഖുർആൻ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. വിശുദ്ധ ഖുർആനൊക്കെ നമുക്ക് അതിൻ്റേതായ നിയമം അനുസരിച്ച് തന്നെ നമുക്ക് ഓതാൻ കഴിയണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ പാഠത്തിൽ പറഞ്ഞ ഒരു വിഷയം പിന്നെ ആത്തിഫിനെ കുറിച്ചാണെങ്കിലും അതിൽ പ്രതിപാദിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. മക്കയും മദീനയും അതുപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഖബർ ഷരീഫൊക്കെ അവിടെയൊക്കെ പോയിട്ട് പിന്നെ മക്കയിലൊക്കെ പോയി ഹജ്ജ് ചെയ്തവരൊക്കെ ഉണ്ടാവും, പിന്നെ ഉംറയും ഒക്കെ ചെയ്ത, അതേപോലെ തന്നെ സിയാറത്തൊക്കെ ചെയ്ത ആളുകളൊക്കെ ഉണ്ടാവും. അല്ലാഹു തആല ചെയ്തവർക്ക് ഇനിയും ചെയ്യാനും ചെയ്യാത്തവരായ നമുക്കൊക്കെ അവിടെ പോകാനും ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കാനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് നിന്നുകൊണ്ട് അവിടുത്തെ സിയാറത്ത് ചെയ്യാനും അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബി യാ റസൂലുള്ളാഹി എന്ന സ്വലാത്തും സലാമും ധാരാളം പ്രാവശ്യം പറയാനൊക്കെയുള്ള സൗഭാഗ്യം അല്ലാഹു തആല നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കും.